നമ്മുടെ ലൈഫ് ബിസിയാണ്. ജോലി, പഠിപ്പ്, വീട്ടുകാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റീസ്. ഇതിനിടയിൽ സ്വന്തം കാര്യങ്ങൾ നോക്കാൻ ടൈം കിട്ടുന്നില്ല അല്ലേ? പക്ഷെ ഒരു കാര്യം പറയട്ടെ, സുന്ദരിയായി കാണാൻ മണിക്കൂറുകൾ മിററിൻ്റെ മുന്നിൽ ചെലവഴിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ദിവസവും ശ്രദ്ധിക്കുന്ന ചില ചെറിയ കാര്യങ്ങൾ തന്നെ നമ്മുടെ ലുക്കിലും കോൺഫിഡൻസിലും വലിയ ഡിഫറൻസ് ഉണ്ടാക്കും. അപ്പോൾ തിരക്കുള്ള ജീവിതത്തിലും നമ്മളെ എങ്ങനെ നന്നായി മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് നോക്കാം. ആദ്യത്തെ കാര്യം, സ്ലീപ്പ്. നമ്മൾ പലപ്പോഴും ബ്യൂട്ടി പ്രോഡക്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കും, പക്ഷേ നല്ല ഉറക്കത്തിന് കൊടുക്കാറില്ല. കഴിയുന്നത്ര ദിവസവും 7 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ ശ്രമിക്കുക. നല്ല ഉറക്കം കിട്ടുമ്പോൾ മുഖം കൂടുതൽ ഫ്രഷായി തോന്നും, കണ്ണുകളുടെ ടയേർഡ് ലുക്ക് കുറയും, മൂഡ് പോലും ബെറ്ററാകും. അതുകൊണ്ട് ബ്യൂട്ടി റുട്ടീൻ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളുടെ സ്ലീപ്പ് റുട്ടീൻ ശരിയാക്കൂ. രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്താണ് കഴിക്കുന്നത്, എത്ര വെള്ളം കുടിക്കുന്നു എന്നത്. വെള്ളം ആവശ്യത്തിന് കുടിക്കുക. അതുപോലെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം എന്നിവ ഡെയിലി ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. എപ്പോഴും സ്ട്രിക്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യണമെന്നല്ല, പക്ഷേ ദിവസവും ജങ്ക് ഫുഡ് മാത്രം കഴിച്ച് വെള്ളം കുറച്ച് കുടിച്ച് പിന്നെ എക്സ്പെൻസീവ് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഉപയോഗിച്ചാൽ മാത്രം റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ബ്യൂട്ടി സ്റ്റാർട്ട്സ് ഫ്രം യുവർ എവ്രിഡേ ഹാബിറ്റ്സ്. ഇനി സ്കിൻ കെയർ. ബിസിയാണെങ്കിൽ 10 സ്റ്റെപ്പ് സ്കിൻ കെയർ റൂട്ടീനൊന്നും ആവശ്യമില്ല. ഒരു സിമ്പിൾ റൂട്ടീൻ മതി. രാവിലെ ഫേസ് ക്ലീൻ ചെയ്യുക, മോയ്സ്ചറൈസർ ഉപയോഗിക്കുക, പിന്നെ സൺസ്ക്രീൻ. രാത്രി മുഖം ക്ലീൻ ചെയ്ത് മോയ്സ്ചറൈസർ ഉപയോഗിക്കുക. ഇത്രയെങ്കിലും കൺസിസ്റ്റൻ്റായി ചെയ്യാൻ കഴിഞ്ഞാൽ നല്ലതാണ്. പ്രൊഡക്ട്സ് ഒരുപാട് വാങ്ങുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടത് കൺസിസ്റ്റൻസിയാണ്. അടുത്തത് ഹെയർ. മുടി നീറ്റായി കാണുന്നത് നമ്മുടെ ഓവറോൾ അപ്പിയറൻസിനെ തന്നെ ചേഞ്ച് ചെയ്യും. നിങ്ങളുടെ ഹെയർ ടൈപ്പിനെ സൂട്ട് ചെയ്യുന്ന ഷാംപൂ, കണ്ടീഷണർ എന്നിവ ഉപയോഗിക്കുക. സ്കാൽപ്പ് ക്ലീനായി സൂക്ഷിക്കുക. ഹെയറിന് സൂട്ട് ചെയ്യുന്ന ഒരു സിമ്പിൾ ഹെയർ സ്റ്റൈൽ പഠിച്ചു വെച്ചാൽ ബിസി മോർണിംഗ്സിൽ പോലും റെഡിയാവാൻ അധികം സമയം വേണ്ടിവരില്ല. എക്സസൈസ് ചെയ്യാൻ ജിമ്മിൽ 2 മണിക്കൂർ ചെലവഴിക്കണം എന്നൊരു റൂളില്ല. ബിസിയാണെങ്കിൽ ദിവസവും 20 മുതൽ 30 വരെ മിനിറ്റ് നടക്കാൻ ശ്രമിക്കാം. സ്റ്റെയർസ് ഉപയോഗിക്കാം, ചെറിയ സ്ട്രെച്ചിങ് ചെയ്യാം. നമ്മുടെ ബോഡി ആക്റ്റീവായി ഇരിക്കുന്നത് ഹെൽത്തിനും എനർജിയും കോൺഫിഡൻസിനും നല്ലതാണ്. സ്മോൾ മൂവ്മെൻറ്റ്സ് ആർ സ്റ്റിൽ ബെറ്റർ ദാൻ നോ മൂവ്മെൻറ്റ്. ഇനി ഒരു വളരെ സിമ്പിളായ കാര്യം, നീറ്റ്നെസ്. എക്സ്പെൻസീവ് ക്ലോത്ത്സ് വേണമെന്നില്ല. ക്ലീൻ ആയിട്ടുള്ള നമുക്ക് ഫിറ്റാകുന്ന ക്ലോത്ത്സ് ധരിക്കുക. മുടി നീറ്റായി വയ്ക്കുക. ക്ലീൻ നെയിൽസ്, ഫ്രഷ് ബ്രത്ത്, നല്ല പേഴ്സണൽ ഹൈജീൻ, ഇവയെല്ലാം ചേർന്നാണ് നമ്മൾ ഓവറോളായി വെൽ ഗ്രൂംഡായി തോന്നുന്നത്. സംടൈംസ് ലുക്കിംഗ് ഗുഡ് ഈസ് നോട്ട് അബൌട്ട് വിയറിംഗ് മോർ, ഇറ്റ്സ് അബൌട്ട് ടേക്കിംഗ് ബെറ്റർ കെയർ ഓഫ് ദ ലിറ്റിൽ തിങ്സ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, കോൺഫിഡൻസ്. നമ്മൾ എത്ര മേക്കപ്പ് ചെയ്താലും എത്ര നല്ല ഡ്രസ്സ് ധരിച്ചാലും നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ അത് നമ്മുടെ പേഴ്സണാലിറ്റിയിൽ കാണും. അതുകൊണ്ട് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുന്നത് കുറയ്ക്കുക. നിങ്ങളുടെ ഓൺ ഫീച്ചേഴ്സ്, ഓൺ സ്റ്റൈൽ, ഓൺ പേഴ്സണാലിറ്റി, അതിനെ അക്സെപ്റ്റ് ചെയ്യുക. ഒരു ജെന്യൂൻ സ്മൈല് പോലും നമ്മുടെ ലുക്കിനെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യാം. അവസാനമായി സ്ട്രെസ്. ബിസി ലൈഫിൽ നമ്മൾ പലപ്പോഴും എല്ലാവർക്കും വേണ്ടി സമയം കണ്ടെത്തും, പക്ഷേ സ്വന്തം കാര്യത്തിന് സമയം കണ്ടെത്താൻ മറക്കും. ദിവസത്തിൽ 10 മിനിറ്റ് ആണെങ്കിലും ഫോൺ മാറ്റിവെച്ച് മ്യൂസിക് കേൾക്കുകയോ സ്കിൻ കെയർ ചെയ്യുകയോ നടക്കുകയോ സിംപ്ലി റിലാക്സ് ചെയ്യുകയോ ചെയ്യൂ. സെൽഫ് കെയർ എന്നത് ലക്ഷറി അല്ല, ഇറ്റ്സ് എ വേ ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്. അപ്പോൾ ബിസി ലൈഫിലും ബ്യൂട്ടിഫുള്ളായി കാണാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നല്ല ഉറക്കം, നല്ല ഭക്ഷണം, വെള്ളം, ബേസിക് സ്കിൻ കെയർ, ഹെയർ കെയർ, കുറച്ച് എക്സസൈസ്, നല്ല ഹൈജീൻ, പിന്നെ 18 ഏറ്റവും പ്രധാനമായി കോൺഫിഡൻസ്. നമ്മുടെ ബ്യൂട്ടിയെ കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്നതിനേക്കാൾ നമ്മളെ നന്നായി ടേക്ക് കെയർ ചെയ്യുന്നതാണ് പ്രധാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ബിസി ലൈഫ് ബ്യൂട്ടി ടിപ്പ് കമൻറ്റിൽ ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതുപോലുള്ള സിമ്പിൾ ലൈഫ് സ്റ്റൈൽ ആൻഡ് സെൽഫ് കെയർ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. See you in the next video.